ചെങ്ങന്നൂർ പരാജയത്തിന് പിന്നാലെ രാജ്യസഭാ സീറ്റിനെ ചൊല്ലിയും കോൺഗ്രസിൽ തർക്കം മൂർച്ഛിക്കുന്നു. പി.ജെ. കുര്യന് വീണ്ടും രാജ്യസഭാ സീറ്റ് നൽകുന്നതിനെതിരെ പരസ്യമായാണ് യുവ നേതാക്കൾ രംഗത്ത് വന്നത്. പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ പി.ജെ. കുര്യനെ വീണ്ടും പരിഗണിക്കില്ലെന്ന സൂചനയാണ് AICC നൽകുന്നത്. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തോടെ കോൺഗ്രസിൽ ആരംഭിച്ച തമ്മിലടി രാജ്യസഭാ സീറ്റ് ചർച്ചയോടെ കടുത്തിരിക്കുകയാണ്. തലമുറ മാറ്റമെന്ന മുറവിളിയുമായി ദില്ലിയിലേക്ക് യുവനേതാക്കളും വണ്ടി കയറുമെന്ന സൂചനയാണ് നേതാക്കൾ നൽകുന്നത്. യുവനേതാക്കൾക്കായി രാഹുൽ ഒഴിച്ചുവച്ച സീറ്റുകൾ കേരളത്തിൽ കിട്ടുന്നില്ലെന്ന പരാതിയാണ് നേതാക്കൾ ഉന്നയിക്കുക. പി.ജെ. കുര്യൻ വീണ്ടും രാജ്യസഭയിലേക്ക് മത്സരിക്കുന്നത് തടയാൻ യുവനേതാക്കൾ ഒരുമിച്ചാണ് രംഗത്തെത്തിയത്. വി.ടി. ബൽറാം, ഷാഫി പറമ്പിൽ, റോജി എം. ജോൺ, ഹൈബി ഈഡൻ, അനിൽ അക്കര എന്നിവരാണ് പി.ജെ. കുര്യന്റെ രാജ്യസഭാ പുനഃപ്രവേശനത്തിനെതിരെ പരസ്യമായി നിലപാട് പ്രഖ്യാപിച്ചത്. പുതുതായി കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളുണ്ട് അതിൽ. എന്നാൽ ഇതുവരെ പാർലമെന്ററി രംഗത്ത് അവസരം ലഭിക്കാത്ത ആളുകളുമുണ്ട്. സ്ത്രീകളായിട്ടുള്ള ആളുകളുണ്ട്, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട്, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവർക്ക് അവസരം നൽകണമെന്നുള്ളത് ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്ന നേതാക്കൾ തലമുറ മാറ്റത്തിന് വഴിയൊരുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ പറഞ്ഞു. മാറ്റം അനിവാര്യമാണ്, ഒഴിച്ചുകൂടാനാവാത്തതാണ്. ചെറുപ്പക്കാരുടെ ഒരു നിരയെ കൊണ്ടുവരാൻ വേണ്ടി അങ്ങ് മുൻകൈ എടുക്കണം എന്ന് ഞങ്ങളുടെ ആവശ്യപ്പെടും. അതേസമയം വിഭാഗീയത പുകയുന്ന സാഹചര്യത്തിൽ പി.ജെ. കുര്യന് വീണ്ടും അവസരം നൽകില്ലെന്ന സൂചനയാണ് AICC വൃത്തങ്ങൾ നൽകുന്നത്. UDF കൺവീനർ, KPCC അധ്യക്ഷൻ എന്നീ സ്ഥാനങ്ങളിലേക്ക് പുതിയ ഭാരവാഹികളെ തീരുമാനിക്കാൻ ദില്ലിയിൽ 7-ന് യോഗം നടക്കാനിരിക്കുകയാണ്. പുതിയ ഭാരവാഹികളെ തീരുമാനിക്കുമ്പോൾ ജാതിമത ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം യുവാക്കളെ കൂടി തൃപ്തിപ്പെടുത്താതെ മുന്നോട്ടു പോകാനാകാത്ത സ്ഥിതിയാണ് കോൺഗ്രസിനിപ്പോൾ. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. പാർട്ടി പറഞ്ഞാൽ മാറാൻ തയ്യാറാണ്. പാർട്ടിയാണ് തനിക്ക് ഇതുവരെ പദവികൾ നൽകിയത്. ഇതുവരെ താൻ പദവികൾ ചോദിച്ചു വാങ്ങിയിട്ടില്ലെന്നും പി.ജെ. കുര്യൻ പറഞ്ഞു. കോൺഗ്രസ് പാർട്ടി എന്ത് തീരുമാനിച്ചാലും ഒരു പ്രശ്നവുമില്ല. കോൺഗ്രസ് പാർട്ടി ഞാൻ മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടുകൂടെ സ്വീകരിക്കും. ഞാനത് അറിയിച്ചിട്ടുമുണ്ട്. കോൺഗ്രസ് പാർട്ടി ഏത് തീരുമാനം എടുത്താലും ഒരുപോലെ സന്തോഷം എന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട്. അത് UMLമാർ പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞാൽ മതി. അതിന് ഞാനൊരു തടസ്സവുമല്ല, അവർ പറഞ്ഞാൽ മതി. കോൺഗ്രസിന്റെയും പ്രതിപക്ഷത്തിന്റെയും ശബ്ദമാകാൻ ശേഷിയുള്ള ആളെയാകും ഇനി ഹൈക്കമാൻഡ് രാജ്യസഭയിലേക്ക് നിർദ്ദേശിക്കുകയെന്ന് K. മുരളീധരൻ. പാർട്ടി വിട്ട കാര്യം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് കരുണാകരന്റെ ആത്മാവിനെ നിന്ദിക്കുന്നതിന് തുല്യമാണെന്ന് ചെന്നിത്തലയ്ക്ക് മുരളീധരന്റെ മറുപടി. രാജ്യസഭാ സീറ്റിനെ ചൊല്ലി കോൺഗ്രസിലെ യുവനേതാക്കൾ ഒന്നടങ്കം പി.ജെ. കുര്യനെതിരെ രംഗത്ത് വന്നതോടെയാണ് വിഷയത്തിൽ മുതിർന്ന നേതാവും മുൻ KPCC പ്രസിഡന്റുമായ K. മുരളീധരൻ പ്രതികരിച്ചത്. സീറ്റിന്റെ കാര്യത്തിൽ തർക്കിക്കേണ്ടതില്ലെന്ന് പറഞ്ഞ മുരളി, പ്രതിപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ശബ്ദമാകുന്ന ആളിനെയാകും ഇനി രാജ്യസഭയിലേക്ക് ഹൈക്കമാൻഡ് അയക്കുകയെന്നും പറഞ്ഞു. നാളിതുവരെയുള്ള MP-യുടെ ശബ്ദം കോൺഗ്രസിന്റേതല്ലെന്ന് പറയാതെ പറയുകയായിരുന്നു മുരളി. നല്ല രീതിയിൽ ഗവൺമെൻറ്റിനെ ശക്തമായിട്ട് വിമർശിക്കാനും കാര്യങ്ങൾ ശക്തമായിട്ട് അവതരിപ്പിക്കാനും പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം രാജ്യസഭയിൽ കേരളത്തിനെ ഇനി പ്രതിനിധീകരിക്കേണ്ടത്. ചെങ്ങന്നൂരിലെ തോൽവി സംബന്ധിച്ച വിഷയത്തിൽ ഉയർന്ന തർക്കങ്ങളും വിവാദങ്ങളിലും വീക്ഷണത്തെയും P.T. തോമസിനെയും അനുകൂലിക്കുന്ന നിലപാടാണ് മുരളീധരൻ കൈക്കൊണ്ടത്. വീക്ഷണത്തിൽ വന്നത് കോൺഗ്രസിന്റെ അഭിപ്രായമല്ലെന്ന KPCC പ്രസിഡന്റ് MM ഹസന്റെ പ്രസ്താവനയോട് മുരളിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു. വീക്ഷണം കോൺഗ്രസിന്റെ മുഖപത്രമല്ലേ? അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ ഞാൻ പ്രസിഡന്റായിട്ട് വന്നപ്പോൾ അതിൻ്റെ കടബാധ്യതകളൊക്കെ തീർത്ത് വീണ്ടും പത്രം ഇറക്കിയത്. വീക്ഷണം എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ ചില നയങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാത്രമല്ല, രാജൻ കേസ് ഉണ്ടായപ്പോൾ ആദ്യം K. കരുണാകരൻ രാജിവെക്കണമെന്ന് വീക്ഷണം പത്രമാണ് മുഖപ്രസംഗം എഴുതിയത്. K. കരുണാകരൻ പാർട്ടി വിട്ടപ്പോൾ അണികളെ താനാണ് പാർട്ടിയിൽ നിലനിർത്തിയതെന്ന ചെന്നിത്തലയുടെ വീരവാദത്തിന് കരുണാകരന്റെ ആത്മാവിനോട് കാണിക്കുന്ന നിന്ദയാണ് ഇടയ്ക്കിടെ അദ്ദേഹം പാർട്ടി വിട്ട കാര്യം ഓർമ്മപ്പെടുത്തുന്നതിലൂടെ ചെയ്യുന്നതെന്നും മുരളി പറഞ്ഞു. അദ്ദേഹം മരിച്ച് 8 വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പാർട്ടി വിട്ടുപോയി എന്ന് പറയുന്നത് അദ്ദേഹത്തിനോട് ചെയ്യുന്ന അവമാനം, അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ അവമാനിക്കലാണ്. അത് ഏറ്റവും ദൗർഭാഗ്യകരമാണ് അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അതേസമയം സമൂഹ മാധ്യമങ്ങളിലൂടെ അല്ല വിമർശനങ്ങൾ ഉന്നയിക്കേണ്ടതെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കളോട് കോൺഗ്രസ് നേതാവ് K. സുധാകരൻ. കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ ഇല്ലാതാക്കാൻ പറ്റില്ലെന്നും സുധീരന്റെ പ്രസ്താവനകൾ പുതിയ ഗ്രൂപ്പുകൾക്ക് കാരണമായെന്നും സുധാകരൻ കൊച്ചിയിൽ പറഞ്ഞു. ഗ്രൂപ്പ് വേണമെന്നും ഞങ്ങൾക്കൊന്നും അഭിപ്രായമില്ല. ഒരുമിച്ച് ഐക്യത്തോടെ പോകാൻ സാധിക്കണം. പക്ഷേ വർഷങ്ങളായി നിൽക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഗ്രൂപ്പ്.
അതൊരു സുപ്രഭാതത്തിൽ എടുത്തു കളയാനൊന്നും ആർക്കും സാധിക്കില്ല. നേതാക്കന്മാരുടെ തെറ്റായ കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കാനും പാർട്ടിക്കകത്ത് ഫോറുണ്ടപ്പോൾ ആ ഫോറത്തിന്റെ അകത്ത് വിനിയോഗിക്കുക എന്നല്ലാതെ പരസ്യമായി ഇങ്ങനെ അലക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന അഭിപ്രായമാണ് വ്യക്തിപരമായ എന്റെ അഭിപ്രായം. പുതുമുകളില്ലേ? ഇപ്പൊ ഞാൻ ചോദിക്കുന്ന ഈ ശബ്ദിച്ചവരെല്ലാം പുതുമുകളല്ലേ? കോൺഗ്രസിന്റെ അകത്ത് എന്നാ പുതുമുകൾ ഇല്ലാതെ പോയത്? ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒരുമിച്ച് നിന്നുകൊണ്ടല്ലേ കേരളത്തിലെ പാർലമെന്റിനകത്ത് ഭൂരിപക്ഷം സീറ്റ് നേടിയത് അവരുടെ നേതൃത്വത്തിലല്ലേ? അങ്ങനെ തള്ളേണ്ടവരാണോ അവര്? അങ്ങനെ തള്ളി പറയുന്നത് ശരിയാണോ? ചെങ്ങന്നൂരിൽ ചില കുത്തക മാധ്യമങ്ങൾ UDFന്റെ ഘടകകക്ഷിയെപ്പോലെ പ്രവർത്തിച്ചിട്ടും LDFന് നേടാനായത് ചരിത്ര വിജയമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. LDF അധികാരത്തിൽ വന്ന ശേഷം BJP വളർച്ച തടയാനായെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള കോൺഗ്രസുമായി ഇപ്പോൾ ചർച്ചയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിൻ്റെ എല്ലാം കൂടെ ഇത്തവണയുണ്ടായൊരു പ്രത്യേകത, കേരളത്തിലെ കുത്തക മാധ്യമങ്ങളിൽ വലിയൊരു വിഭാഗത്തിൻ്റെ പിന്തുണ UDFന്റെ കൂടെ നിർത്താൻ സാധിച്ചു. അതിൽ ചില മാധ്യമങ്ങൾ UDFന്റെ ഘടകകക്ഷികളെ പോലെയാണ് ഈ ഇലക്ഷൻ കാലത്ത് പ്രവർത്തിച്ചിരുന്നത്. LDFന്റെ അടിത്തറ വിപുലീകരിക്കും. LDFുമായി സഹകരിക്കുന്ന പാർട്ടികളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കും. അക്കാര്യം LDFിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. LDFന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തണം, CPMന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തണം. അതിൻ്റെ ഭാഗമായി കേരളത്തിലെ മതനിരപേക്ഷ ശക്തികളെ CPMലേക്ക് ആകർഷിക്കുന്നതിനും LDFിലേക്ക് ആകർഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തണം. കേരളത്തിലെ മതനിരപേക്ഷ ശക്തികൾക്ക് ഇടതുപക്ഷത്തെയാണ് ഇനി വിശ്വസിക്കാൻ സാധിക്കുന്നത്. RSSനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ്സുകാരെ വിശ്വസിക്കാൻ കഴിയില്ല. BDJS BJP ബന്ധം വിട്ട് പുറത്തുവരുന്നതിനെ സ്വാഗതം ചെയ്യുകയാണ്. SNDPയും BDJSും രണ്ടാണ്. SNDPയുമായി നല്ല ബന്ധമാണ് പാർട്ടിക്കുള്ളതെന്നും കോടിയേരി പറഞ്ഞു. CPIയുമായി അഭിപ്രായ ഭിന്നതയില്ല, ദൃഢമായ ബന്ധമാണ് ഉള്ളത്. പോലീസിനെതിരെ ഉയർന്ന പരാതികളിൽ സർക്കാർ ശക്തമായ നടപടി കൈക്കൊണ്ടു. മന്ത്രിസഭാ പുനഃസംഘടന അജണ്ടയിലില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി RSS പരിശീലന കേന്ദ്രത്തിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്നത് മതനിരപേക്ഷ കക്ഷികൾക്ക് ആശങ്ക ഉളവാക്കുന്ന കാര്യമാണെന്നും കോടിയേരി ചൂണ്ടിക്കാട്ടി. പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച തീരുമാനങ്ങൾ ബ്രാഞ്ച് തലത്തിൽ വരെ എത്തിക്കാൻ 4 മേഖലാ യോഗങ്ങൾ തീരുമാനിച്ചതായും യോഗങ്ങളിൽ പോളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻപിള്ള പങ്കെടുക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിപ നിയന്ത്രണ വിധേയമാണെന്നും ജനങ്ങൾക്ക് ഭീതി വേണ്ടെന്നും ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ. ചെന്നൈ എപ്പിഡമോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധ സംഘം കോഴിക്കോടെത്തി നിപയെക്കുറിച്ച് പഠനം ആരംഭിച്ചു. ചെന്നൈ എപ്പിഡമോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധ സംഘമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട്ടെത്തിയത്. നിപയുടെ ഉറവിടം, പകർച്ചയുടെ വ്യാപ്തി, വൈറസ് നിയന്ത്രണത്തിന്റെ സാധ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംഘം പഠനം നടത്തും. നിപ ആദ്യം റിപ്പോർട്ട് ചെയ്ത പേരാമ്പ്ര, ചങ്ങരോത്ത്, രോഗബാധിതരെ ചികിത്സിച്ച കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികൾ എന്നിവിടങ്ങളിലാണ് സന്ദർശനം. അതിനിടെ നിപ നിയന്ത്രണ വിധേയമാണെന്നും ജനങ്ങൾക്ക് ഭീതി വേണ്ടെന്നും ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ അറിയിച്ചു. 2 പേരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതും നമുക്കേറെ ആശ്വാസജനകമായിട്ടുള്ള കാര്യമാണ്. ഏകദേശം കഴിഞ്ഞ 27-28 തീയതികളോടുകൂടി അങ്ങനെ ഒരു സെക്കൻഡ് വേവ് ഉണ്ടാകും. അതാണ് അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡിൻ്റെ 1ാമത്തെ കാലാവധി. അതിനെ മുൻകരുതലോടുകൂടി എല്ലാ തയ്യാറെടുപ്പും നടത്തി നമ്മൾ നിൽക്കുകയായിരുന്നു. അങ്ങനെ വന്നാൽ എങ്ങനെയാണ് നേരിടുക എന്നതിനെക്കുറിച്ച്. എന്നാൽ അത്രത്തോളം വന്നിട്ടില്ല. അപ്പോൾ ആദ്യം വന്നിട്ടുള്ള ഒരു 14 പേര്, പിന്നെ അതിൽ നിന്ന് പകർന്നിട്ടുള്ള 4 പേര്, അങ്ങനെ സെക്കൻഡ് കേസിൽ 4 കേസുകളാണ്. അങ്ങനെയാണ് 18 കേസ് വന്നത്. അതിൽ കൂടുതലായിട്ട് വലിയ വ്യാപനം ഉണ്ടായിട്ടില്ല എന്ന് കാണുന്നതിൽ നമുക്ക് ആശ്വാസമുണ്ട്. നിപ്പ വൈറസ് ബാധയുള്ളവർക്ക് ഹോമിയോ മരുന്ന് ഇപ്പം നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല. കാരണം അതൊരു പ്രത്യേക രീതിയിലാണ് അത് ട്രീറ്റ് ചെയ്യേണ്ടത്. ഐസൊലേഷൻ വാർഡൊക്കെ വേണം. എന്നാൽ അതല്ലാത്ത പരിസര പ്രദേശത്ത് സാധാരണ പനി പ്രതിരോധ മരുന്ന് കൊടുക്കുന്നതിൽ വിരോധമില്ല എന്ന് പറഞ്ഞു. നിപ ബാധിച്ച് ചികിത്സയിലായ നഴ്സിംഗ് വിദ്യാർത്ഥിനി ഉൾപ്പെടെ 2 പേരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിപ വൈറസ് ബാധയേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവർക്ക് ഓസ്ട്രേലിയൻ മരുന്ന് നൽകേണ്ട സാഹചര്യം ഇല്ലെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. രോഗം സ്ഥിരീകരിച്ചവരുടെ റിസൾട്ട് നെഗറ്റീവായതടക്കം പഠനവിധേയമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഇവർക്ക് മലേഷ്യയിൽ നിന്നെത്തിച്ച റിബാവിറിൻ നൽകിയിരുന്നു. വൈറസിന്റെ പ്രജനനകാലം ഈ മാസം 30 വരെ പ്രതീക്ഷിക്കുന്നതിനാൽ കോഴിക്കോട് ജില്ലയിൽ കനത്ത ജാഗ്രത തുടരുമെന്നും ആരോഗ്യമന്ത്രി കോഴിക്കോട് പ്രതികരിച്ചു. മെഡിസിൻ്റെ സാമ്പിൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിപ്പോഴുള്ള ആർക്കും കൊടുക്കേണ്ടതായിട്ടില്ല. കാരണം 2 പേര് സർവൈവിംഗ് ആണ്. ആ സമയത്ത് അവർക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ അഭിപ്രായം. ഡോക്ടറൊക്കെ പറയുന്നത് ഇതിൻ്റെ DNA ഒക്കെ നോക്കുമ്പോൾ ബംഗ്ലാദേശി ടൈപ്പാണ് അല്ലേ, ജിനോമാണ്. അത് അത്തരത്തിലുള്ള വൈറസ് അറ്റാക്ക് ഉണ്ടായെടുത്ത് മോർട്ടാലിറ്റി റേറ്റ് വളരെ കൂടുതലാണ് അല്ലേ. അതിൻ്റെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പം
രണ്ടുപേര്, അതും നല്ല സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് വന്നവർ രക്ഷപ്പെട്ടു എന്നുള്ളത് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കേസാണ്. അത് ഭാവിയിൽ നമ്മുടെ പഠനത്തിനും അതുപോലെ തന്നെ മെഡിസിൻ കണ്ടെത്താനൊക്കെയുള്ള ഗവേഷണത്തിനും ഒക്കെ ഒരു സഹായകമായിട്ടുള്ള ഘടകമായിട്ട് മാറും. എറണാകുളത്തെ വിദ്യാർത്ഥികൾക്ക് TC നൽകി പുറത്താക്കിയ സംഭവത്തിൽ കളക്ടർ ഇടപെട്ടു. TC റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിട്ട ജില്ലാ ഭരണകൂടം വിദ്യാർത്ഥികളുടെ തുടർ പഠനം നിഷേധിക്കരുതെന്നും വ്യക്തമാക്കി. ഫീസ് വർധനവ് ചോദ്യം ചെയ്ത രക്ഷിതാക്കളുടെ കുട്ടികൾക്കാണ് അസീസി സ്കൂൾ മാനേജ്മെന്റ് TC നൽകിയത്. മാനേജ്മെന്റിന്റെ ഈ നടപടി ചോദ്യം ചെയ്ത് വിവിധ വകുപ്പുകളെ രക്ഷിതാക്കൾ സമീപിച്ചിരുന്നു. എന്നാൽ ഈ വിഷയത്തിൽ മാനേജ്മെന്റ് പ്രതികൂല നിലപാടാണ് സ്വീകരിച്ചത്. ഈ സാഹചര്യത്തിലാണ് TC റദ്ദാക്കിക്കൊണ്ട് എറണാകുളം ജില്ലാ കളക്ടർ ഉത്തരവ് പുറപ്പെടുവിച്ചത്. പുറത്താക്കിയ 4 കുട്ടികളിൽ 3 പേരെയും തിരിച്ചെടുക്കണമെന്ന് കളക്ടർ ഉത്തരവിട്ടു. വിദ്യാർത്ഥികളുടെ തുടർ വിദ്യാഭ്യാസം നിഷേധിക്കരുതെന്നും കളക്ടർ ഉത്തരവിലൂടെ ആവശ്യപ്പെട്ടു. ഒരു കുട്ടിയുടെ പ്രവേശനം സാങ്കേതികമായി തടസ്സപ്പെട്ടെങ്കിലും ആ കുട്ടിക്കും അനുകൂലമായ നടപടി നേടിയെടുക്കാനാണ് രക്ഷിതാക്കളുടെ തീരുമാനം. അതിനുശേഷം മാത്രമേ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നുള്ളൂ എന്നും രക്ഷിതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കണ്ണൂർ പയ്യാവൂരിനടുത്ത് ചതുരംപുഴയിൽ വാഹനാപകടത്തിൽ 2 വിദ്യാർത്ഥികൾ മരിച്ചു. ചന്ദനക്കാമ്പാറ സ്വദേശികളായ അനൂപ് ജോയ്, റിജിൽ ജോണി എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ചന്ദനക്കാമ്പാറയിൽ നിന്നും പൈസക്കരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കലുങ്കിലും ഇലക്ട്രിക് പോസ്റ്റിലും ഇടിച്ച കാർ 2ആയി പിളർന്ന് തോട്ടിലേക്ക് മറിഞ്ഞു. വൈദ്യുതി ലൈൻ പൊട്ടി കാറിന് മുകളിലേക്ക് വീണിരുന്നു. ഭാഗികമായി കത്തിനശിച്ച കാറിൽ നിന്നും കത്തിക്കരിഞ്ഞ നിലയിലാണ് ഒരാളുടെ മൃതദേഹം പുറത്തെടുത്തത്. 4 പേരാണ് കാറിലുണ്ടായിരുന്നത്. ഇതിൽ 2 പേർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കുറവിലങ്ങാട് ജോയിയുടെ മകൻ അനൂപ് ജോയ്, വെട്ടത്ത് ജോണിയുടെ മകൻ റിജിൽ ജോണി എന്നിവരാണ് മരിച്ചത്. കാർ ഓടിച്ചിരുന്ന അഖിൽ തോമസ്, മുൻസീറ്റിലിരുന്ന സിൽജോ സാജു എന്നിവർക്ക് പരിക്കേറ്റു. ഇതിൽ സിൽജോ മാത്യുവിനെ മംഗലാപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പയ്യാവൂർ പോലീസ് സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. അപകടത്തിൽപ്പെട്ട 4 പേരും സുഹൃത്തുക്കളാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കെവിൻ വധത്തിലെ പ്രതികളായ ഫസൽ, നിയാസ്, വിഷ്ണു എന്നിവരുമായി പോലീസ് സംഘം പുനലൂർ എത്തി തെളിവെടുപ്പ് നടത്തി. കെവിന്റേത് കൊലപാതകം തന്നെയെന്നും ഇക്കാര്യത്തിൽ അവ്യക്തതകളില്ലെന്നും IG വിജയ് സാഖറെ പറഞ്ഞു. അനീഷിന്റെ FIR സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അനീഷ് വിക്ടിമാണ്. അനീഷ് വളരെ കൃത്യമായ രീതിയിൽ ഡീറ്റെയിൽഡ് ഒരു FIR കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ചെയ്ത അന്വേഷണത്തിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത എവിഡൻസിൽ ഒന്നും കോൺട്രാഡിക്ഷൻ കിട്ടിയിട്ടില്ല. അതാണ് ഇൻവെസ്റ്റിഗേഷൻ വളരെ ഡീറ്റെയിൽഡ്, വളരെ സയന്റിഫിക് രീതിയിൽ നടന്നിട്ടുണ്ട്. ശരി, കൺവിക്ഷൻ കിട്ടാൻ വേണ്ടി, കൂടുതൽ ശിക്ഷ കിട്ടാൻ വേണ്ടി ആവശ്യമുള്ള എല്ലാ കാര്യങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ ചെയ്യുന്നുണ്ട്. റിക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞാൻ 2നും ഡയറക്ടർ ഹെൽത്ത് സർവീസ് അയച്ചു കൊടുത്തതാണ്. ഇതിന്റെ ഒപ്പീനിയൻ എന്താണ് അത് ചോദിക്കാൻ പറ്റും. ഓക്കെ. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ ചില ചാനൽ ചർച്ചക്കാർ അപഹസിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തങ്ങൾക്ക് ആർക്കെതിരെയും എന്തും പറയാമെന്ന ധാരണയാണ് ഇത്തരക്കാരിൽ ചിലർക്ക് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. മാധ്യമങ്ങളെ വിലക്കെടുത്ത് BJP തങ്ങളുടെ ശത്രുക്കൾക്കെതിരെ പ്രചരണ ആയുധമാക്കുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തെ മാധ്യമങ്ങളിൽ ചിലതിനെ വിലക്കെടുത്ത് തങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കൾക്കെതിരെ പ്രചരണായുധമായി ഉപയോഗിക്കാൻ BJP സന്നദ്ധമായിരിക്കുന്നു. ചില ചാനലുകളിൽ ചർച്ചാകാരന്മാർ വിധികർത്താക്കളാവുകയാണ്. തങ്ങൾ വിളിച്ചു പറയുന്നത് എന്തെന്ന് അവർക്കറിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഇവർക്ക് മുന്നിൽ ഒന്നുമല്ല. സർക്കാരിനെ അപകീർത്തികരമായ രീതിയിൽ പരാമർശിക്കുന്നത് തങ്ങൾക്ക് എന്തിനും അവകാശമുണ്ട് എന്ന് കരുതിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ TV ചാനലിലിരുന്ന് വിധികർത്താക്കളാവണ്ട. നിങ്ങളാണ് വിധികർത്താക്കൾ എന്ന് ധരിക്കരുത്. വിധികർത്താക്കൾ ജനങ്ങളാണ്. ജനങ്ങൾ കാര്യങ്ങൾ ശരിയായി വിലയിരുത്തി വിധി പറയുകയും ചെയ്യും. എന്തെല്ലാമാണ് വിളിച്ചു പറയുന്നത്? കേരളത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടൊരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ആ ഗവൺമെന്റ് ഒന്നുമല്ല ഇവരുടെ മുന്നിൽ. ആ ഗവൺമെന്റിനെ എത്രയും അപകീർത്തികരമായി പരാമർശിക്കുക. തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ആവശ്യമായ സഹായം ഇവരിൽ ചിലർക്ക് ലഭിക്കുന്നുണ്ടാകാം. ഇവർ പറഞ്ഞതല്ല യാഥാർത്ഥ്യമെന്ന് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ചാനൽ ചർച്ചകൾക്ക് ജനങ്ങൾ ഇപ്പോൾ വില കൽപ്പിക്കാറില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിനൊരു വാർത്താമൂല്യം ഇപ്പൊ നാട്ടുകാർ കൽപ്പിക്കുന്നില്ല. അത്ര പരിഹാസ്യമായ അവസ്ഥയിലെത്തിയിരിക്കുന്നു. ആക്രോശങ്ങള്, വെല്ലുവിളികള്, ആരെയും അധിക്ഷേപിക്കാമെന്ന നില, ഇതൊന്നും നാട് പൊതുവെ ഇഷ്ടപ്പെടുന്നതല്ല. ആടന്ത് അങ്ങാടി അറിഞ്ഞു എന്ന് പറഞ്ഞ മട്ടിലായി കാര്യങ്ങൾ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
കുരുന്നുപ്രായത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മാവേലിക്കര സ്വദേശികളായ ദേവുവിനും ദേവനും തണലായി ഇനി കരുണ പാലിയേറ്റീവ് സെന്റർ. ചെങ്ങന്നൂർ നിയുക്ത MLAയും പാലിയേറ്റീവ് സെന്ററിന്റെ ചെയർമാനുമായ സജി ചെറിയാനാണ് കുട്ടികളുടെ ചെലവടക്കമുള്ള സംരക്ഷണ ചുമതല ഏറ്റെടുത്തത്. കഴിഞ്ഞ ഏപ്രിൽ മാസമാണ് ഇവരുടെ മാതാപിതാക്കൾ അയൽവാസിയുടെ മർദ്ദനത്തെ തുടർന്ന് മരിച്ചത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 23-ന് അയൽവാസിയുടെ അടിയേറ്റ് കൊല്ലപ്പെട്ട ദമ്പതികൾ തെക്കേക്കര പല്ലേരിമംഗലം ദേവുഭവനത്തിൽ ബിജുവിൻ്റെയും ശശികലയുടെയും മക്കളായ ദേവികയും ദേവനുമാണ് ഇനി കരുണയുടെ തണലിൽ പഠിക്കുക. കരുണ പാലിയേറ്റീവ് കെയർ ചെങ്ങന്നൂരിൻ്റെ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ചെയർമാനും നിയുക്ത MLAയുമായ സജി ചെറിയാൻ കുട്ടികളുടെ പഠനച്ചെലവിനുള്ള ആദ്യഘട്ട തുകയായ 25,000 രൂപ കൈമാറി. മാവേലിക്കര തെക്കേക്കര പല്ലേരിമംഗലം ദേവു ഭവനത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ട ബിജു ശശികല അവരുടെ മക്കള് 11 വയസ്സുള്ള ദേവികയുടെയും 7 വയസ്സുള്ള ദേവൻ്റെയും വിദ്യാഭ്യാസപരമായ എല്ലാ പഠന ആവശ്യങ്ങൾക്കുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും നൽകുന്നതിന് കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് തീരുമാനിച്ചു. ബിജുവിൻ്റെയും ശശികലയുടെയും സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ വേളയിൽ തന്നെ സജി ചെറിയാൻ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ സഹായങ്ങളും പ്രഖ്യാപിച്ചിരുന്നു. കരുണയുടെ വിദ്യാഭ്യാസ രംഗത്തേക്കുള്ള കടന്നുവരവിൻ്റെ തുടക്കം കൂടിയാണിതെന്നും കുട്ടികളുടെ എല്ലാ വിദ്യാഭ്യാസ ആവശ്യങ്ങളും കരുണ നിറവേറ്റുമെന്നും സജി ചെറിയാൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം സ്കൂൾ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ പഠനകാര്യങ്ങൾക്ക് മാവേലിക്കര CAE തന്നെ രംഗത്ത് വരികയും കുട്ടികളുടെ എല്ലാ ആവശ്യങ്ങൾക്കും അദ്ദേഹം സഹായം നൽകുകയും ചെയ്തിരുന്നു. ഇത്തരം വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് കരുണ കുട്ടികളുടെ പഠനച്ചെലവടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ. പുണ്യനാളായ റമദാനിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തുന്നവർക്ക് ആശ്വാസമാവുകയാണ് സത്കർമ്മ എന്ന സംഘടന. മെഡിക്കൽ കോളേജിൽ കഴിയുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നോമ്പുകഞ്ഞി നൽകി മാതൃകയാവുകയാണ് ഇവർ. ദിനവും 300ഓളം ആളുകൾക്കാണ് സത്കർമ്മ പ്രവർത്തകർ നോമ്പുകഞ്ഞി എത്തിക്കുന്നത്. വൈകുന്നേരം 4 മണിയോടെ സത്കർമ്മയുടെ വാഹനം നോമ്പുകഞ്ഞിയുമായി മെഡിക്കൽ കോളേജ് പരിസരത്തെത്തും. ജാതിഭേദമന്യേ നിരവധി ആളുകളാണ് കഞ്ഞി വാങ്ങുന്നതിനായി എത്തുന്നത്. സത്കർമ്മയുടെ ഈ പ്രവർത്തനം മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വലിയ ആശ്വാസമാണ്. പുണ്യമായ കഞ്ഞിയാണ്. എല്ലാവർക്കും ആബാലവൃദ്ധ ജനങ്ങൾക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും വളരെയധികം അനുഗ്രഹമാണ്. നല്ലതാണെന്നാണ് എല്ലാവരും. അമ്മ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ് എന്നെയും കൂടെ കൊണ്ടുപോയി വാങ്ങണം എന്നൊക്കെ പറഞ്ഞു. സങ്കടം തന്നെ വരുന്നതുകൊണ്ട് ഇത് കൊണ്ടു കൊടുക്കണേ. ആ സമയത്ത് അവർ വെച്ച് കൊണ്ടുവരണില്ലേ, സന്തോഷമുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. 50ഓളം ഔഷധങ്ങൾ ചേർത്താണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. കഞ്ഞിയും ചെറുപയർ തോരനും ഈത്തപ്പഴവുമാണ് ഓരോരുത്തർക്കും നൽകുന്നത്. 1 വർഷമായി ഇവർ എല്ലാ വ്യാഴാഴ്ചയും മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും അന്നദാനം നടത്തുന്നുണ്ട്. റംസാനോടനുബന്ധിച്ച് റംസാൻ കിറ്റും ഇവർ വിതരണം ചെയ്യുന്നു. പിന്നെ എത്ര ആഹാരം ഇവിടെ കൊണ്ടുവന്ന് കൊടുത്താലും നമുക്ക് അത് തൃപ്തിയാവില്ല. കാരണം അത്രയ്ക്ക് ആളുകളുടെ പ്രവാഹമാണ് ഇവിടെ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. റംസാനിൽ കഞ്ഞി പോയിട്ട് എല്ലാ വർഷവും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് വ്യക്തമായിട്ട് അവകാശപ്പെട്ടവർക്ക് നിരക്കി ജാതിമത ഭേദമന്യേ എല്ലാ ആളുകൾക്കും റംസാൻ കിറ്റ് കൊടുക്കുന്നുണ്ട്. പുണ്യനാളായ റംസാൻ നാളിൽ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒരു നേരത്തെ നോമ്പുകഞ്ചി നൽകി മാതൃകയാവുകയാണ് സത്കർമ്മ എന്ന ചാരിറ്റബിൾ സൊസൈറ്റി. ക്യാമറാമാൻ RK കുമാറിനൊപ്പം നിലിയ വേണുഗോപാൽ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അന്യസംസ്ഥാന തൊഴിലാളികൾക്കായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ആവാസ് പദ്ധതി പ്രകാരം കോവളത്തെ ലേബർ ക്യാമ്പും ID കാർഡ് വിതരണവും നടന്നു. കോവളം പോലീസ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി അന്യസംസ്ഥാന തൊഴിലാളികളാണ് പങ്കെടുത്തത്. കേരളത്തിലെത്തുന്ന തൊഴിലാളികളുടെ വ്യക്തമായ വിവരം ശേഖരിക്കുന്നതിനും അവരുടെ ക്ഷേമത്തിനും വേണ്ടി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ആവാസ്. സംസ്ഥാന സർക്കാർ തൊഴിൽ വകുപ്പിന്റെ സഹായത്തോടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെത്തുന്ന തൊഴിലാളികളുടെ വ്യക്തമായ വിവരം ശേഖരിക്കുന്നതിനും അവരുടെ ക്ഷേമത്തിനും വേണ്ടി നടപ്പിലാക്കിയ പദ്ധതിയാണ് ആവാസ്. പദ്ധതി പ്രകാരം കോവളത്തെത്തുന്ന തൊഴിലാളികളുടെ വിവരം ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് ലേബർ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിലെത്തിയ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് പ്രത്യേക സോഫ്റ്റ്വെയറിലൂടെ അവരുടെ വിരലടയാളവും കണ്ണിന്റെ റെറ്റിനയുടെ രേഖയും കൃത്യമായി രേഖപ്പെടുത്തി ID കാർഡ് വിതരണം ചെയ്തു. വിരലടയാളവും കണ്ണിന്റെ റെറ്റിനയുടെ രേഖയും കൃത്യമായി രേഖപ്പെടുത്തുന്നതിലൂടെ ഇവർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാനാകും. ഇത്തരക്കാർ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളിലോ മറ്റ് പ്രവർത്തനങ്ങളോ ഏർപ്പെട്ടാൽ നമുക്ക് അവരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് പോലീസും ഈ പദ്ധതിയിൽ ലേബർ ഡിപ്പാർട്ട്മെന്റുമായി സഹകരിക്കുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും ആണെങ്കിൽ ഫിംഗർ പ്രിന്റും അല്ലെങ്കിൽ അവരുടെ റെറ്റിനയുടെ ഇതും ഫോട്ടോയും ഒക്കെ വെച്ച് നമുക്ക് അവരെ തിരിച്ചറിയാൻ വളരെ സൗകര്യമുള്ള രീതിയിലാണ് ഈ സോഫ്റ്റ്വെയർ ചെയ്തിരിക്കുന്നത്.
പദ്ധതി പ്രകാരം തിരിച്ചറിയൽ കാർഡ് നേടുന്നതോടെ ഇവർക്ക് അപകടം പറ്റിയാൽ ചികിത്സാ ചെലവിനായി 30,000 രൂപയുടെയും മരണം സംഭവിച്ചാൽ 2 ലക്ഷം രൂപയുടെയും ഇൻഷുറൻസ് ലഭിക്കും. കോവളം പോലീസ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി അന്യസംസ്ഥാന തൊഴിലാളികളാണ് പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.